ഒരുപക്ഷെ മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുകയോ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ സമസ്ത നേതൃത്വത്തെ നിർബന്ധിച്ചുകൊണ്ട് പങ്കെടുപ്പിക്കുകയോ ചെയ്തത് CPM ഇറക്കിയ ഒരു കാർഡായിരിക്കാം. അത് അണികൾക്കിടയിലെ രാഷ്ട്രീയപരമായ ഒരു അടിയൊഴുക്കിന് ഒരിക്കലും സമസ്ത കൂട്ടുനിൽക്കില്ല എന്ന് ബോധ്യമായിട്ടുണ്ട് കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനുണ്ടായ വിജയം ആയുധമാക്കുകയാണ് സമസ്തയിലെ ലീഗ് പക്ഷം. തിരഞ്ഞെടുപ്പ് സമയത്ത് ലീഗിനെതിരെ പ്രസ്താവന നടത്തിയ ഉമർ ഫൈസിക്കെതിരെ SYS സെക്രട്ടറി നാസർ ഫൈസിയുടെ പരസ്യ വിമർശനം. CAC വിഷയത്തിൽ സമസ്തക്കെതിരായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രവർത്തിച്ചുവെന്ന്. അതങ്ങനെ ഉണ്ടെങ്കിൽ പറയേണ്ടത് സമസ്തയുടെ നേതൃത്വമാണ്. അതിൻ്റെ ഇടക്ക് പാണക്കാട് കുടുംബത്തെയോ പാണക്കാട് തങ്ങളെയോ ഒന്ന് ആക്ഷേപിക്കാൻ സമസ്തയുടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില ഘടകങ്ങളുടെ ഭാഗത്ത് കൊണ്ട് ഒരിക്കലും ശബ്ദം മുഴങ്ങാൻ പാടില്ല. ഉമർ ഫൈസിയേക്കാൾ മുകളിലുള്ള നേതാക്കന്മാരുണ്ട്. അവർ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തോട് അങ്ങനെയാണല്ലോ വരാറുള്ളത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് മുസ്ലിം ലീഗിനെ ക്രൈസിസിലാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആരുടെ ഭാഗത്തും കൊണ്ടുണ്ടായാലും അത് അപകടമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചത് സമസ്ത നേതാവ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. KS അംസ ഉയർത്തിയ ചില പ്രചരണം അത് തന്നെ സമസ്തയിലെ ഏതെങ്കിലും പണ്ഡിതനെ ഉയർത്തിയാൽ ലീഗ് വിരുദ്ധത മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ അജണ്ടക്ക് കൂട്ടുനിന്ന് കൊടുക്കലാണ്. KS അംസയുടെ ലീഗ് വിരുദ്ധ പരാമർശവും ലീഗ് നേതൃത്വത്തിനോടുള്ള വ്യക്തിപരമായ ഏതെങ്കിലും ആളുകളോടുള്ള ഈർഷ്യതയും തീർക്കാൻ സമസ്തയുടെ ഒരു പണ്ഡിതൻ്റെയും ശബ്ദമായി വരാൻ പാടുണ്ടായിരുന്നില്ല. സമസ്തയിൽ നിന്ന് ആരെങ്കിലും വോട്ട് മറിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ CPM തുറന്നു പറയണമെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. സമസ്തയിൽ നിന്നുകൊണ്ട് ആരെങ്കിലും എത്രയെങ്കിലും വോട്ട് തരാമെന്ന് CPM ആരെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷ CPM ഉണ്ടായിരുന്നോ? അതനുസരിച്ച് കൊണ്ടാണോ KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന കാര്യം പറയേണ്ടത് CPM ആണ്. സമസ്തയിലെ ഒരു വിഭാഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെതിരെ പ്രചാരണം നടത്തിയെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഇത് അവസരമായി എടുത്ത് സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷത്തിനെതിരെ പോരാട്ടം ശക്തമാക്കാനാണ് മറുവിഭാഗത്തിൻ്റെ തീരുമാനം. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെയാണ് സമസ്തയിലെ ലീഗ് പക്ഷത്തിൻ്റെ വിമർശനമെന്നാണ് സൂചന. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.